അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. With a grateful heart we praise the Lord for this blessed evening that the Lord has given us. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിനം രാത്രി സെഷനിൽ ദൈവസനിൽ കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നത് ഓർത്ത് സന്തോഷമുള്ളവർ ഒരിക്കലൂടെ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറയാം. Those of us who are joyful that we are on the second night, hallelujah, we praise the Lord. ഈ ദിവസങ്ങളിൽ നമ്മോട് കൂടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെന്നി ജോർജ്, അതുപോലെ തന്നെ കാരംസ് ഡബിളിൽ നിന്ന് പ്രിയ കർത്താവിന്റെ ദാസൻ പി ജെ ശമൽ പാസ്റ്റർ കുടുംബം, അതുപോലെ പ്രിയ കർത്താവിന്റെ ദാസൻ കുഞ്ഞുമോൻ മത്തായി കുടുംബം, പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് നമ്മുടെ ഒപ്പമായിരിക്കുന്നു. ദൈവസ്ഥലായിരിക്കുന്ന എല്ലാവരെയും സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. Greetings to our dear Pastor Binu, as well as Pastor P.J. Samuel from Karamstown, and Brother Kunjuman Mathai and family, and all the brothers and sisters gathered here, as well as those who are watching in Zoom. We extend our greetings to you in the name of our Lord and Savior Jesus Christ. നമുക്കൊരുമിച്ച് ഇന്ന് രാത്രി ഇത്രത്തോളം സമയം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. The Lord enabled us to be in the presence of the Lord for so long this evening. കഴിഞ്ഞ സമയങ്ങളൊക്കെ ദൈവസന്നിധിയിലായിരുന്നു, കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നിരുന്നു, കർത്താവ് നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. We were in the presence of the Lord since yesterday, and the Lord has been strengthening us. ഇന്ന് രാത്രിയിലും ദൈവം നമ്മോട് ഇടപെടുവാനും ദൈവം നമ്മോട് സംസാരിക്കാനും നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ പിന്നെയും ദൈവത്തിലായിരിക്കണം. Tonight let us be again in a prayerful attitude that the Lord may speak to us again. അല്പം പോലും അതേ ഇൻട്രൊഡക്ഷനിൽ സമയം പറഞ്ഞ് മുൻപോട്ട് കൊണ്ടുപോകാതെ കർത്താവിന്റെ ദാസന് തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. Without any further ado, we are inviting the pastor to come forward and minister unto us from the word of God. കഴിഞ്ഞ സമയങ്ങളൊക്കെ ശക്തമായി ദൈവത്തിന്റെ ആലോചനകൾ നൽകുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനു ജോർജിനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. Praise the Lord that the Lord is using Pastor Binu in his mighty arms to give us the word of God. Church of God India കേരള സ്റ്റേറ്റിന്റെ പറക്കോട് ലോക്കൽ സഭയുടെ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളൊക്കെയും കടന്നുപോയി ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്റെ അഭിഷേകനെ ഈ ദിവസങ്ങൾ ഒരുക്കുന്നതോർത്ത് ബലപ്പെടുത്തുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. Pastor Binu is a local minister for the Church of God in India, Parakot Church. At the same time, he goes all around the world and ministers to various people as the Lord sends him. പ്രാർത്ഥനയോടെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോടെ ദൈവസ്ഥലായിരിക്കാം. കർത്താവിന്റെ ദാസൻ തുടർന്ന് നമ്മുടെ മധ്യേ ദൈവവചനം സംസാരിക്കുന്നതാണ്. കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. Prayerfully and with a prepared heart, let us wait expectantly in the presence of the Lord, and the Lord will bless us. Hallelujah. Amen. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. കരമുയർത്തി നമ്മുടെ കർത്താവിനെ Let's raise our hands and praise the Lord. Hallelujah. ഈ വിലപ്പെട്ട രാത്രി ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. Praise the Lord for this very precious evening. കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ശക്തമായി നിൽക്കുന്ന അഭിഷക്തന്മാരെ അവരുടെ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. I praise the Lord for the servants of God who is serving the Lord in his glorious ministry. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. Once again, greetings to all the parents, all the brothers and sisters and the children who is gathered here for this evening. വിശേഷാൽ ഈ വാത്സല്യ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ വിശേഷാൽ വന്ദനം ചെയ്യാം. Greetings to the dear people who live in this household. We praise the Lord for them. നാം ഒന്നിച്ച് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് ഒരു അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി തീരുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലായി. Let us be prayerfully in the presence of the Lord that this evening will be a great blessing and a great joy for us. നമ്മുടെ ഒരുക്കം അനുസരിച്ച് കർത്താവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. It is according to our preparation that the Lord will work in our midst. Praise the Lord. Hallelujah. പാത്രത്തിന്റെ അളവ് അനുസരിച്ച് ഇന്ന് രാത്രിയിൽ പകർച്ച നടക്കുന്നത്. It's according to the depth of the vessel will the pouring happen in this evening. ഒരിക്കലും രാജ്യത്ത് വലിയ ഉണക്ക് വറവുണ്ടായി. In a country there was a big famine, there was a big drought. ഉറവകളെല്ലാം വറ്റി. All the brooks were dried up. ജനമെല്ലാം കഷ്ടപ്പെടുക. And the people were all in great distress. ആ രാജ്യത്തെ രാജാവിന് ചൂട് സഹിക്കാൻ വയ്യ. And that king of that place, he could not face that severe ferocious heat there. വെള്ളമില്ലല്ലോ, അങ്ങനെ ഒരു സംവിധാനം അവിടെ പറ്റുന്നില്ല. Because there was no water and they could not bring forth water. രാജാവ് മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ചൂട് സഹിക്കാൻ വയ്യ, എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടാക്കണം.
And the king called his minister and said, I'm unable to bear this heat. Could you do something about it? മന്ത്രി വളരെ ബുദ്ധിമാനായിരുന്നു. And his minister was very intelligent. അദ്ദേഹം പഠനം നടത്തിയപ്പോൾ ഉൾവനത്തിൽ കുറേ വെള്ളം ഇങ്ങനെ ഉണ്ട്. So he did a survey and he realized that deep inside the forest there was some streams of water. അദ്ദേഹം ആളുകളെ വരുത്തി ചെറിയ കൈത്തോട് ഇങ്ങനെ വെട്ടി ഇങ്ങനെ കൊണ്ടുവരിക. He got people and he made small channels and he brought that to water from that source from inside the forest. രാജകൊട്ടാരത്തിന്റെ ചുറ്റും ഈ തോട് ഇങ്ങനെ വന്നു നിന്നു. And that stream was made to flow all around the palace. അപ്പോൾ വനത്തിലെ വെള്ളം ഇങ്ങനെ ഒഴുകി രാജകൊട്ടാരത്തിന്റെ ചുറ്റും ഇങ്ങനെ കൊണ്ടുവന്നു. And the water from the forest was brought all the way through channels around the palace. ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷവും കാണുന്നില്ല. രാജകൊട്ടാരത്തിന്റെ ചുറ്റും വെള്ളം കൊണ്ടുവന്നതിന് ഞങ്ങൾ എന്തിനാ സ്വന്തം പറയുന്നത്? ഒരു കാര്യം പറയാനായി വരുന്നേ. None of you seems to be happy about it. You may be wondering why should we be happy because the water came to the palace. അപ്പോൾ വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ ആയിരിക്കുന്ന അവസരത്തിൽ തണുത്ത കാറ്റടിച്ചു. So when the water was around, there was a gentle breeze that was a cold breeze. രാജാവിന്റെ മനസ്സങ്ങ് തണുത്തങ്ങി. And the king also, his heart also became cool. കാരണം കുറേ ദിവസമായിട്ട് ചൂടായിരുന്നു, ഒരു ചെറിയ തണുപ്പ് കിട്ടി. It was a very severe heat for so many days. Now there is some cold out there. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വെള്ളം വറ്റി. And after some days, even that water got dried up. വെള്ളം ഒഴുകി വരാനില്ല. And now there is no more water to flow in. അപ്പോൾ രാജാവിനെ ഉഷ്ണം സഹിക്കാൻ വയ്യ. And then king could not bear that heat again. മന്ത്രിയോട് പറഞ്ഞു എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാൻ പറഞ്ഞു. Now he called the minister again and said, could you do something about this? അപ്പം വെള്ളം ഒഴുകി വരാനില്ല, പക്ഷേ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വെള്ളമുണ്ട്. So there was not enough water to flow in and come, but there are some little bit of water here and there scattered around. അപ്പോൾ അദ്ദേഹം ഒരു ഓർഡർ ഇട്ടു, എല്ലാ പൗരന്മാരും അവരവരെയും കൊണ്ട് പറ്റാവുന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. So he sent forth an order that all the citizens of that country, with whatever ability they have, use their vessels and bring that water. രാജകൽപ്പന എല്ലാവർക്കും കൊണ്ടുവരാതിരിക്കാൻ പറ്റൂല. Because it was a king's edict, nobody could disobey that. ചില വലിയ കാളവണ്ടിയൊക്കെ ഹയർ ചെയ്ത് വലിയ കുട്ടകം വലിയ ചെമ്പിനകത്തൊക്കെ വെള്ളം എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഈ രാജകൊട്ടാരത്തിന് ചുറ്റുമുള്ള ഈ തോട്ടിലൊഴിച്ചു. So people, they hired big bullock carts, they had big vessels made of bronze bars. They went somewhere and brought water and they made it flow all around the palace. ചില കലത്തിൽ വെള്ളം കൊണ്ടു. And some people brought water in the pots. ചില ചെറിയ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ടു. And some people brought water in very small vessels. അതിനകത്ത് വില്ലന്മാരുണ്ടായിരുന്നു. And there are some villains there. ഈ സെന്റ് കുപ്പിക്കകത്ത് വെള്ളം പോക്കറ്റ് ഇട്ടുണ്ടോ? And then some people brought water in bottles inside their pocket. രാജാവ് പറഞ്ഞ വെള്ളം കൊണ്ടുവരാനല്ല പറഞ്ഞുള്ളൂ, എത്രയും കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലല്ലോ. The king only asked for water. He never said so much water to bring. അതുകൊണ്ട് ആ മിടുക്കന്മാർ ഈ സെന്റ് കുപ്പിക്കകത്ത് വെള്ളം പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്ന് ഇതിനകത്ത് ഒഴിച്ചു. And they just had small bottles and they brought the water in their pockets and they poured the water. അപ്പോൾ ഈ തണുത്ത കാറ്റടിച്ചപ്പം രാജാവിന്റെ ശരീരവും മനസ്സും ആ കൊട്ടാരമൊക്കെ ഒന്ന് തണുത്തു. And then again when the cool wind started blowing, the king and his mind, everything became cool. രാജാവിന് ഭയങ്കര സന്തോഷമായി. And the king became very happy. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. എടാ ഇവിടുന്നൊക്കെയാടാ ഇവർ ഈ വെള്ളം കൊണ്ടുവന്നത്. And his eyes were in fact full. He thought these people brought water from so many places. ജനം പോകാൻ നേരത്തെ രാജാവ് പറഞ്ഞു പോകാൻ പറ്റോടെ നിൽക്കാൻ പറഞ്ഞു. And before they left, he told them, please stay back. പടയാളിയോട് പറഞ്ഞു രാജകൊട്ടാരത്തിന്റെ കലവറ തുറക്കാൻ പറഞ്ഞു. And then he told the soldiers, please open the treasury of this palace. സ്വർണത്തിന്റെ വെള്ളിയുടെയും കലവറ മൊത്തം തുറന്നു. And all the treasures of gold was open. അപ്പം ഓർഡർ ഇട്ടു, കൊണ്ടുവന്ന പാത്രത്തിന്റെ അളവനുസരിച്ച് സ്വർണം മൊത്തം നിറച്ചു കൊടുക്കാൻ. So the order was given that please fill all their vessels with gold. അവരങ്ങോട്ട് നിറയ്ക്കാൻ തുടങ്ങി. And they started filling. അന്നേരം ഈ സെന്റ് കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്നവൻ നെഞ്ചത്തൊരടി അടിച്ചു. And the one who brought the small bottles, the water in small bottle, they were really upset. എടാ ഒരു കുട്ടിക്കലത്തിനകത്ത് കൊണ്ടുവന്നാലും നിറച്ചു കൊണ്ടുവരുന്നു. Even if we had bought in a small pot, we could have filled it and taken. അപ്പോൾ ഇന്ന് രാത്രി പകരാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. Oh, the Lord is here to pour for unto us. നിങ്ങളുടെ പ്രാപ്തി അനുസരിച്ച് പക്ഷേ പറഞ്ഞു തരാൻ പോകുന്നത്. According to your ability and your interest, the Lord is going to
poor. നമ്മുടെ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord is working in our midst tonight. കർത്താവിന്റെ ഹൃദയം നമ്മുടെ നടുവിൽ തുറന്നാ സംസാരിക്കുന്നത്. The Lord has opened his mind before us and is speaking. പല വിഷയവും ആഴത്തിൽ ഇറങ്ങിയ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. And the Holy Spirit has gone into depths of matters and speaking to us. അങ്ങനെ എല്ലായിടവും സംസാരിക്കത്തില്ല. അങ്ങനെ സംസാരിക്കുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. The Spirit doesn't speak like that everywhere. It is an evidence that the Lord loves you. പകലത്തെ സെക്ഷനൊക്കെ നിങ്ങളെക്കാട്ടിൽ എൻജോയ് ചെയ്ത് ഞാനാ പ്രസംഗിച്ചത്. Much more than you people. I have enjoyed when I preach in the morning. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായി. This night again, let us be in the presence of the Lord in prayer. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരും. Let us pay our attention to the portion from where we are meditating. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 30-31 വാക്യങ്ങളാണ് നാം ധ്യാനിച്ചത്. Acts chapter 4 verse 30 and 31 is that what you are meditating. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. രണ്ട് ദൂതുകളാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. We are meditating on two important messages. അവരെ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. The place where they were gathered was shaken. സ്ഥലം കുലുങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? The reason why the place was shaken. രണ്ട്, ആത്മശക്തി ഒരുവന്റെ മേൽ വന്നാൽ എന്തെല്ലാം മാറ്റങ്ങൾ അവനിലുണ്ട്. And when the power of the Spirit descends on a person, what are the changes that can take place? ഈ സെക്ഷനുകളിൽ നമ്മൾ അത് ചിന്തിക്കാൻ പോവാ. We are going to meditate on that today. ഒരു നിമിഷം കൂടെ കണ്ണുകൾ ദൈവത്തിൽ അടച്ചാട്ടെ. Let us close our eyes again. എല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിച്ചു. Let us everyone pray unto the Lord. ആത്മമണ്ഡലം തുറക്കപ്പെട്ട ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. Oh, when the spiritual realms are opened, God's people may worship in the tongues. Amen, amen. അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ ശത്രു കവർന്നുകൊണ്ട് പോയ ചില നന്മകൾ യേശുവിൻ നാമത്തിൽ ഈ രാത്രിയിൽ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ്. Let us gain it back. Those blessings which the enemy has taken away, let us get it back. ശത്രു നിന്റെ സ്വസ്ഥത കവർന്നുകൊണ്ട് പോയെങ്കിൽ, if the devil has taken away your peace, ആരോഗ്യം കവർന്നുകൊണ്ട് പോയെങ്കിൽ, if the devil has robbed you of your health, തലമുറയുടെ വാഗ്ദത്തങ്ങൾ കവർന്നുകൊണ്ട് പോയെങ്കിൽ, if the devil has robbed you of your children's promises, ശുശ്രൂഷക്കെതിരെ പോർ വിളിക്കുന്നെങ്കിൽ, if the devil is speaking against your ministry, ഭൗതിക മണ്ഡലത്തിനെതിരെ നുകം വെച്ചിട്ടുണ്ടെങ്കിൽ, if the devil has put his yoke against your finances, ആത്മീയമായി ഒരു പടിയൂടെ കേറാൻ കഴിയാതെ, if you are obstructed from climbing up another നിങ്ങളെ step, ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, if you are sidelined, കാഹളം പോലെ ശബ്ദമുയർത്തി, oh, you need to raise your voice like the ഇന്ന് trumpet. രാത്രിയിൽ ആരാധിച്ചു തുടങ്ങാം. You worship the Lord. യമൻ എരിഹോവിന്റെ കോട്ടകൾ തകരട്ടെ. Oh, that forts of Jericho is going to fall down. പട്ടണത്തിന്മേൽ കൊടികുത്തി വാഴുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രിയിൽ തകർന്നു All മാറട്ടെ. the forces of darkness that is holding its fort, let it be broken tonight. അഭിഷേകത്തിന്റെ ശക്തിയാൽ ജനം നിറയട്ടെ. Oh, let there be a loosening because of the power of the ഒരധികാരം Spirit. വ്യാപരിക്കട്ടെ. Let there be the authority that work മുഖങ്ങൾ here. ഒടിഞ്ഞു മാറട്ടെ. Oh, Lebarika Shandara. കോടികൾ അഴിഞ്ഞു മാറട്ടെ. Let diseases be moved away. അഭിഷേകത്തിന്റെ പകർച്ച നടക്കട്ടെ. Let there be an outpouring of the Spirit today. എല്ലാവരും ആത്മാവിനാൽ നിറയട്ടെ. Let everybody be filled in the Spirit. അന്യഭാഷയിൽ Let ആരാധിക്കട്ടെ. everyone worship in the tongues tonight. യേശുവിന്റെ In നാമത്തിൽ the name of Jesus. ആത്മാ ഒഴുകി തുടങ്ങട്ടെ. Oh, let there be a flow of the Spirit. Oh, Rabaga Rabdala Baga Shandala Barikasya. Ibana Barikandala Baga Shandala Barikasya. പിതാവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. Father, thank you for your presence. വചനത്തിന് ശക്തിയുണ്ടല്ലോ. Lord, thank you for the power of your word. ഇന്ന് രാത്രി ചില ദുർഘടങ്ങളെ സമഭൂമിയാക്കി മാറ്റിക്കൊണ്ട്, Lord, the uneven grounds may be made level grounds today. ചില രോഗികൾ സൗഖ്യമാകട്ടെ. Let the sick be healed tonight. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ വിദൂരങ്ങളായിടമേൽ അതൈവ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. Lord, as we pray here, even in our homes far away, let that power move. ഈ ജനം ഇന്ന് രാത്രിയിൽ വിടുതൽ പ്രാപിക്കട്ടെ. Lord, let the people receive a deliverance tonight. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഇരുത്തുന്നതിനായി നന്ദി. Thank you for keeping us before the open heavens. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. ആമേൻ. കരമുയർത്തി Amen. നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. Hallelujah. Let's raise our hands and praise the Lord.
2-3 സെക്ഷനായിട്ട് ഈ ഒരു ഭാഗം തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. We have been meditating from the same portion over the last couple of sessions. അപ്പോസ്തലന്മാരെ പിടിച്ച് താക്കീത് ചെയ്ത് ഇനി മേലാൽ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് താക്കീത് ചെയ്ത് വിട്ടയച്ചപ്പോൾ And apostles were arrested and they were warned that they should not speak anymore in Jesus' name. അവർ പ്രാർത്ഥിക്കുന്ന സഭയിലേക്ക് കടന്നു വന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ തലമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. They came to the congregation where they prayed and they prayed together, and that's what we read today. കഴിഞ്ഞ 3 സെക്ഷനിൽ വന്നവരോട് ചോദിക്കുന്നു, സ്ഥലം കുലുങ്ങാനുള്ള ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? Those who came for the last 3 sessions, I want to ask you, what was the first reason for the place to be shaken? അയ്യോ അതുള്ള ശക്തി പോയാ ഒന്ന് നല്ല പവറി പറഞ്ഞാട്ടെ. Can't you speak with more സ്ഥലം power? കുലുങ്ങാനുള്ള ഒന്നാമത്തെ കാരണം എന്താ? What was the reason for the first യൂണിറ്റി, reason? ഐക്യത. Unity. ഇത്രയും പറഞ്ഞിട്ട് ഇനിയും ഞാനത് പ്രസംഗിച്ച് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറയുകടാ ഒരു പ്രസംഗവും പഠിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ വന്നതെന്ന്. If I continue to preach about that, then you will say that the gentleman speaks only one thing. പണ്ടൊരു ദൈവദാസ അമേരിക്കയിൽ പോയി പ്രസംഗിച്ചത് നിങ്ങൾക്ക് അറിയാം? You all കുറച്ചുപേരെങ്കിലും know. അറിയാം. You all know that one servant of God went to America and preached. അദ്ദേഹത്തിന് ഒറ്റ പ്രസംഗം മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഈ ശൗലിൻ്റെയും ദാവീദ് ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും ഭാഗം അദ്ദേഹം നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നു. So he knew only one sermon, and all he knew was to speak about David and Goliath. ഒരു സഭയിലെ 5 ദിവസത്തെ മീറ്റിംഗ് കണ്ടിന്യൂസ് ക്രമീകരിച്ചു. So there was 5 days meeting in a church. ആദ്യം ഗോലിയാത്തിനെ പറ്റി പുള്ളി വർണ്ണിച്ചു. Then he spoke about Goliath first day. രണ്ടാമത്തെ സെക്ഷനിൽ ശൗലിനെ പറ്റി പറഞ്ഞു. Then second session he spoke about Saul. മൂന്നാമത്തെ സെക്ഷനിൽ ദാവീദിനെ പറ്റി പറഞ്ഞു. Third session he spoke about David. നാലാമത്തെ സെക്ഷനിൽ ഗോലിയാത്തും ദാവീദും ഇങ്ങനെ മുഖാമുഖം വന്ന് നിൽക്കുന്ന ഭാഗം പറഞ്ഞ പുള്ളി നിർത്തി. So fourth session he brought David and Goliath face to face and he stopped. അഞ്ചാമത്തെ സെക്ഷനിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ. And then fifth session when he got പുള്ളി up. പ്രസംഗം തുടങ്ങിയപ്പോഴത്തെ പുറയുന്നൊരു അപ്പച്ചൻ അങ്ങ് ചാടി എഴുന്നേറ്റു. And one old uncle stood up from there. ഉപദേശയോട് പറയുക, ഇന്ന് രാത്രി ഒന്നുകിൽ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലണം, Tonight David has to kill Goliath. ഇല്ലെങ്കിൽ ഗോലിയാത്ത് ദാവീദിനെ കൊല്ലണം. Otherwise Goliath has to kill David. ഇത് രണ്ടും നടന്നെങ്കിൽ ഉപദേശി ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. None of this happened. I'm going to kill the pastor. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം നമ്മളങ്ങ് വിടുക കേട്ടോ. കുറേ ബുദ്ധിമുട്ട് അവിടെ ഓർപ്പിക്കാനായിട്ടുണ്ട്. അത് സ്തോത്രം. So we're going to leave that portion. രണ്ടാമത്തെ സ്ഥലം കുലുങ്ങാനുള്ള കാരണത്തിലേക്ക്. The second reason why the place was shaken. വാക്യം 24. Let's read from verse 24. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. മതി. സ്ഥലം കുലുങ്ങാനുള്ള രണ്ടാമത്തെ കാരണമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. The second reason why the place shook, we are going to meditate tonight. ഇത് നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കുറിച്ച് വെച്ചോണം. All those who are noting, please take note of it. സ്ഥലം കുലുങ്ങാനുള്ള രണ്ടാമത്തെ കാരണം, The second reason for the place to shake, അവിടെ ദൈവം ആരാണെന്നുള്ള ആഴമേറിയ അറിവ്. because they had a deep knowledge of who God is. Amen. Amen. ദൈവം ആരാണെന്നുള്ള അറിവ്. They had a knowledge who is God. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഈ ഒരു തലത്തിലോട്ട് നിങ്ങൾ കയറി വരണം. Even if nothing happens in this fasting prayer, you must come to this state. നിങ്ങളുടെ ദൈവം ആരാന്ന് അറിഞ്ഞേ നിങ്ങൾ പോകൂ. You must know who is your God. ഇവിടെ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. Just listen to their prayer. Pay attention to their prayer. അതിനകത്തിലെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. Pay careful attention to their words. ആകാശവും, The one who made heaven, പറ, ഭൂമിയും, the one who made earth, സമുദ്രവും, who made the sea, അവയിലുള്ള സകലവും, and everything in them. നിർമ്മിച്ച നാഥനെ. Oh God, Lord, sovereign Lord, you made this. അതാ നമ്മൾ വ്യാഖ്യാനിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. എല്ലാവരും ആ വാക്യം കൂടെ അങ്ങ് പഠിക്കേ. That is what we are going to explain. ഇനി വീട്ടിൽ പോയി പഠിക്കാനൊന്നും സമയമില്ല, ഇപ്പം തന്നെ അങ്ങ് പഠിക്കുക. അപ്പൊ അവിടെ ദൈവം ആരാന്ന് നമ്മൾ പറയുക. There's no time for us to go home and പറഞ്ഞ എല്ലാവരും study പറഞ്ഞാട്ട് this. ആകാശവും, One who made heaven, ഭൂമിയും, earth, സമുദ്രവും, sea, അവയിലുള്ള everything in them, സകലവും നിർമ്മിച്ച sovereign Lord who made them. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇച്ചിരിയോട് ശബ്ദം എടുത്ത് പറയണം. ആകാശവും, Heaven, earth, sea, everything in them. The one sovereign Lord. അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ, അവിടെ ദൈവം ഒരു ലോക്കൽ ദൈവമല്ല. So it's not a local God. ദൂതിലേക്ക് വരിക.
Yes. അവിടെ ദൈവം ഒരു ലോക്കൽ ദൈവമല്ല. It's not a local God. അവിടെ ദൈവം ആകാശത്തെ നിർമ്മിച്ച ദൈവം. There is a God who made the heavens. അവിടെ ദൈവമാണ് ഭൂമിയെ നിർമ്മിച്ച ദൈവം. There was a God who made the earth. അവിടെ ദൈവമാണ് സമുദ്രത്തെ നിർമ്മിച്ച ദൈവം. There was a God who made the sea. അവിടെ ദൈവമാണ് അവയിലുള്ള സകലത്തെയും നിർമ്മിച്ച ദൈവം. There is a God. This is the God who made everything. ഈ വെളിപ്പാട് ഇന്ന് രാത്രിയിൽ അകത്ത് വ്യാപരിച്ചാൽ, If this revelation comes inside, കൃപ പ്രാപിച്ച ദൈവമക്കൾ ചില വിഷയത്തെ നോക്കി ഇന്ന് രാത്രി പ്രഖ്യാപിക്കാൻ പോകുകയാണ്. oh, those who have received the grace of God, you're going to look at certain issues and you're going to proclaim this. എന്നെ കുറെ നാളുകളായി നീ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? You have been troubling me for some time. എന്നെ കരയിപ്പിച്ച വിഷയങ്ങളുമായി നീ വന്നതല്ലേ? You have brought issues that made me ഇന്ന് put into രാത്രിയിൽ, tears. ഇന്ന് രാത്രി ദുഷ്ട പിശാചേ, Oh, you evil yet enemy Satan. എനിക്കറിയാം എന്റെ ദൈവം ആരാന്ന്. I know who is my God. എന്റെ ദൈവം ആകാശത്തെ നിർമ്മിച്ച ദൈവം, My God made the heavens. ഭൂമിയെ നിർമ്മിച്ച My ദൈവം, God made the earth. സമുദ്രത്തെ നിർമ്മിച്ച My ദൈവം, God made the sea. സാമൻ അതിലുള്ള സകലത്തെയും നിർമ്മിച്ച My ദൈവം. God made everything in ഇന്ന് there. രാത്രി ആ ദൈവശക്തി ഇവിടെ വ്യാപരിച്ചു തുടങ്ങിയ The same power of God is ചില moving here for ദുർഘടക me. സാമഭൂമിയായി മാറുകയാണ്. This earth will become cursed യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. because of the power of Jesus. കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന്റെ മഹത്വം God's people കണ്ട് who have received the name of യേശുവിന്റെ power from God, you നാമത്തിൽ proclaim the name of Jesus. ശബരദലബസേ. You speak in the name of Jesus. ഹല്ലേലൂയ. Jesus, 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 Jesus. Hallelujah. Radaragadalabadi kamanagasadalabad. Hallelujah. Hallelujah. Oh, Rabagarabdalabari kamanagasadalabad. Hallelujah. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ചു, Somewhere I read something like this. ഒരു ദൈവപൈതലെ ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ട് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നതിനേക്കാൾ, Better than a God's child coming to God and telling him that I have a problem. എന്നോട് ഞാൻ പറയാം, ഒരു ദൈവപൈതൽ ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട് പറയുന്നതിനേക്കാൾ, Instead of a God's child coming to God and telling God that I have a problem, ആ പ്രശ്നത്തെ നോക്കി പറയണം എനിക്കൊരു കർത്താവുണ്ടെന്ന്. you must look at the problem and say that I have a Lord. ഇന്ന് രാത്രിയിൽ എന്ന് പറയാമോ, എനിക്കൊരു കർത്താവുണ്ട്, Can we say this? I have a Lord. എനിക്കൊരു കർത്താവുണ്ട്. I have a Lord. നിങ്ങളെ ആ അലട്ടുന്ന പ്രശ്നത്തെ നോക്കി ഇന്ന് രാത്രിയിൽ ഒന്ന് പറ. Whatever that problem that is challenging you, you just look at it and say, I have a Lord. Amen. 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 എനിക്കൊരു കർത്താവുണ്ട്. I have a Lord. ഒന്ന് വാ തുറന്ന് പറ. Oh, Rabaga Shabdara ആ രോഗത്തെ നോക്കി പറ, എന്നെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. Oh, you look at that sickness and say, I have a Lord who heals me. ആ പ്രശ്നത്തെ നോക്കി പറ, നിരപ്പാക്കി തരുന്ന ഒരു കർത്താവ് Oh, you എനിക്കുണ്ട്. look at the problem and say that I have a Lord who will level it for me. Hallelujah. Udagada kharaga shabdara tikamanaka. വെളിപ്പാട് സക്കറിയാവിന് കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഇപ്രകാരം വിളിച്ചു പറഞ്ഞത്. When Zechariah received this revelation, he declared like this. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആരടാ? Oh, you mountain that is before Zerubbabel, who are you? നീ സമഭൂമിയായി തീരും. You will become a level ground. കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റും. With a shout of grace and grace and grace, we will lift the cornerstone. സൈന്യത്താലല്ല, Not by might, ശക്തിയാലല്ല, nor by power, ദൈവത്തിന്റെ ആത്മാവിനാൽ but തന്നെ. by the Spirit, says the Lord. നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ചില വിഷയങ്ങൾ, What you cannot handle, ആമേൻ ആമേൻ, നിരപ്പാക്കാൻ കഴിയാത്ത ചില what you വിഷയങ്ങൾ cannot level on your own, ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ കയറുന്ന ദൈവപൈതലിനോട് when you get into the spiritual realm, പരിശുദ്ധാത്മ വിവേചിച്ചു എന്ന് the പറയാ. Holy Spirit discerns and says this. ആത്മാവ് അത് കൈകാര്യം ചെയ്യാൻ പോകുക. The Holy Spirit is going to deal with it. പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യാൻ പോകുക. The Holy Spirit is going to handle it for യേശുവിന്റെ you. അധികാരമുള്ള നാമത്തിൽ In the mighty name of ആത്മാവ് അത് Jesus. കൈകാര്യം ചെയ്യാൻ The പോകുക. Holy Spirit is going to deal it for you. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. Uda baba ba shandala bari khabara ga sigara dula bari kamana ga dula ga sha. Ibara bala bari khabara ga shandala bari ga si. Raga da raba raga da la bari khadara bari ga shabdara khadala bari.
Ibara bala bare khadara bare ka shatara rikhana ka dalaga. Ibara bade ka managa siri khadulaga managa dalaga rika baraga. Ibara baraga dulaga barika raga shadala rikhadala barikas. Hallelujah. പൗലോസ് നമുക്ക് തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട്. Paul gives us a revelation about God. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് I know whom I have believed. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് I know in whom I have put my faith. ഞാൻ അറിയുന്നു. I know. ആമേൻ. Hallelujah. പൗലോസ് പറയാ, അവൻ എൻ്റെ ഉപനിധി. He will keep my portion. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. I am assured that he is able to keep it till that day. എന്താ ഉപനിധി എന്ന് പറഞ്ഞാൽ? What is the portion? മിച്ചാക്കോ സാറ് ക്ലാസ് എടുക്കുമ്പോൾ സാർ ഇങ്ങനെ ഓർപ്പിക്കാറുണ്ടായിരുന്നു. So the MV Chaco sir used to remind this. വിശ്വസ്തൻ എന്ന് കണ്ട്, Having known that faithful, നമ്മുടെ വിലപ്പെട്ട ഒരു വസ്തു നാം ഒരു വ്യക്തിയെ ഏൽപ്പിക്കുക. if something very precious we entrust to a person, നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആ വ്യക്തി ആ വസ്തു നമുക്ക് തിരിച്ചു തരും. when we ask of it, the person will give it back to us. ഉപനിധിക്ക് അദ്ദേഹം കൊടുത്തൊരു ഒരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. He gave a definition for that treasure, the portion. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എഫക്റ്റ് ആവുന്നില്ലല്ലോ. You're not affected by this? ഒന്നുകൂടെ ഞാൻ പറയാം. Let me say വിശ്വസ്തൻ എന്ന് കണ്ട് that. വിലപ്പെട്ട ഒരു കാര്യം When a person was found to be നാം ഒരു വ്യക്തിയെ ഏൽപ്പിക്കുക. faithful, we are giving something precious to നാം a person. ആവശ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം അത് തിരിച്ചു തരും. At the moment we ask for it, he will give it to us. ഇതിനെ ഉപനിധി എന്ന് അദ്ദേഹം ഓർപ്പിക്കാനായിട്ടിടയായി. And that is what he said, it is the portion. പൗലോസ് that Paul is പറയുക, talking about. ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസ്തൻ എന്ന് കണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഭാവിയാണ്. I have entrusted my future into the hand of my Lord. ചേർന്ന് സ്തോത്രം പറയുമോ? Amen. Hallelujah. ഇന്ന് പകൽ നിങ്ങൾ എന്താ കർത്താവിനെ ഏൽപ്പിച്ചത്? What did you entrust with the Lord? നിങ്ങളുടെ ഭാവി ദൈവത്തെ ഏൽപ്പിച്ചോ? Did you give your future into the hand of the Lord? ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ കർത്താവിന്റെ കയ്യിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. Oh, give that ministry that the Lord has entrusted to you into God's hands. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ടെൻഷൻ പിന്നെ അടിക്കേണ്ടി വരത്തില്ല. Then you need not be tense at all. ആ തലമുറയെ കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കുക. You give your child into God's hands. നിങ്ങളുടെ വിഷയത്തെ എല്ലാം ഇന്ന് രാത്രി ദൈവത്തിന്റെ കയ്യിലോട്ട് കൊടുക്കുക. You give all your issues to God's hands. ആ ദിവസം വരെ, Until that day, ഒന്നെന്റെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ, either my death or the Lord's coming, എന്റെ കർത്താവ് സൂക്ഷിപ്പാൻ ശക്തനാണ്. the Lord is able to protect it. അവന്റെ കയ്യിൽ നിന്നും തട്ടി പറിച്ചുകൊണ്ട് പോകാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക. No one can take it away from his hand. No force can take it away from his hand. This is what the Holy Spirit says. വിശ്വസിക്കുന്ന ദൈവമൊക്കെ സ്തുതിച്ചാരാധിക്കണം. Those who believe, let us praise the Lord and worship. ഞാൻ ദൈവസന്നിധി സുരക്ഷിതനാണ്. I am safe in Christ. ഹല്ലേലൂയ. Hallelujah. Udabaga shabdaragati kamanagasi. Hallelujah. Amen. 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 Hallelujah. Amen. ഒരിക്കലെ യാക്കോബ് അപ്പന്റെ വീട് വിട്ട് ലാബാന്റെ വീട്ടിലേക്ക് പോവുക. Once Jacob left his home, his father's home, and was going to Laban's house. വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, ഏശാവ് തന്നെ കൊല്ലും. He cannot stay at home. Esau might kill him. വീട് വിട്ടിട്ട് 40 മൈലായി. And it was almost 40 miles since he left home. വീട്ടിൽ നിന്ന് ഓടിയാ വരുന്നത്, നടന്ന് വരിക. He was running away from home. 40 മൈലായപ്പോൾ സൂര്യൻ അസ്തമിച്ചു. When it was 40 miles away from his home, the sun set. ഞാൻ ബുക്കിനകത്ത് വായിച്ചത്, ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഒരു ദിവസം 40 മൈൽ, ഏതാണ്ട് 60 കിലോമീറ്ററോളം നടക്കാൻ പറ്റും. So around 60 kilometers a healthy man can walk in a day. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് നടന്ന് നോക്കിയാൽ മതി. You just have to walk and see if you have any doubt. എത്രയും നടക്കാമെന്ന് നമുക്കൊന്നൊരു ധാരണ കിട്ടുമല്ലോ. You will have an idea how much you can walk. ആ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിച്ചു. So when he reached that place, that the sun set. ഇരുട്ടും കൂടാൻ തുടങ്ങി. It was slowly dark.
ആവർത്തന പുസ്തകത്തിന്റെ ഭാഷ ഞാൻ പറഞ്ഞാൽ കുറുക്കന്മാരുടെ ഓളിയുടെ ശബ്ദം കേൾക്കാം. So in the book language of Deuteronomy, if I say the sound of foxes and wolves could be heard. എന്നിട്ട് ദൂത് പറയാനായി വരുന്നത്. I'm coming into the word. ചെറുപ്പക്കാരനായ പയ്യനല്ലേ? This is a young lad. ഇതുവരെ വീട്ടിൽ ഇങ്ങനെ വളർന്നു വന്ന സിറ്റുവേഷൻ. All this while he was in the protection of his home. പെട്ടെന്ന് ഒരു മാറ്റം തന്റെ ജീവിതത്തിൽ. All of a sudden such a change happened in his life. കണ്ടോ, ഇതുവരെ വീട്ടിൽ നല്ല അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു വന്ന മനുഷ്യൻ ഒരു ദിവസം എല്ലാം തൻ്റെ ജീവിതത്തിൽ ഡിഫറൻ്റ് ആവുക. So far he was living a joyful life, he was celebrating a great life with his parents, and now suddenly everything changes. സൂര്യൻ ഇങ്ങനെ മറയുന്നു, ഇരുട്ട് മൂടാൻ തുടങ്ങും. The sun is hiding himself and there it comes the darkness. യാക്കോബ് പേടിച്ചിട്ട് ഒരു കല്ലെടുത്ത് തലയണയായി വെച്ചു. Jacob was afraid and അവൻ ഉറങ്ങിപ്പോയി. he took a stone and kept it as a pillow and he slept off. രാവിലെ ഉറക്കത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. So now because I spoke about the sleep in the morning, I'm not going to speak about it now again. ഞാൻ പറഞ്ഞു ഈ ഉറക്കം ദൈവമക്കൾക്ക് ഒരു വരദാനമായിട്ട് ദൈവം തന്നിരിക്കുക. So I have told in the morning that God has given this sleep as a very big gift to God's people. എവിടെ ഉറങ്ങാൻ നമ്മൾ ടാലന്റഡാ. We are all talented to sleep anywhere. സ്ഥലമില്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും നമ്മൾ ഉറങ്ങിക്കണിയും. Even if there is ഇവിടെ ആരും ഇല്ല, നിങ്ങളാരും ഉത്സാഹത്തോടെ we will sleep here. പണ്ടൊരു വ്യാപാരി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ബിസിനസ്സുമായിട്ട് പോവുക. Once a merchant traveled from one place to another place on his business. നിങ്ങളുടെയും കൂടെ ശ്രദ്ധ കിട്ടാൻ ഈ ഉദാഹരണം പറയുന്നത് കേട്ടോ. Hey kids, we are talking about these stories so that we get your attention. ഇതേ ഒരു സ്വർണ്ണ വ്യാപാരിയായിരുന്നു. And he was a gold merchant. അപ്പൊ കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്തു. So he was on the horseback. അപ്പം ഒരു സ്ഥലത്തെ ബിസിനസ് ഒക്കെ നടത്തി അവിടെ സാഹചര്യം അത്ര സുഖമല്ല അവിടെ നിൽക്കാൻ, അടുത്ത സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് പോകണം. So he finished business in one place. It was not very good to stay there, so he was going to another place. പക്ഷേ അടുത്ത സ്ഥലത്ത് എത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അവിടെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഇടമാണ്. So but the next place there is some problem before he reaches there. A lot of dacoits in the roadside. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു വഴിയമ്പലമുണ്ട്. And there is a guest house there in there. അപ്പൊ അദ്ദേഹം വിചാരിച്ചു അവിടെ ചെന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് രാവിലെ സേഫ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. So he thought that he will go and rest in that motel there and then he will go safely. അദ്ദേഹം പെട്ടെന്ന് വണ്ടി ഓടിച്ച് അവിടെ എത്തി. So he rode his horse and reached there fast. ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കുറ്റിക്കാടുകൾ നിറഞ്ഞ കള്ളന്മാരുടെ വിഹാര കേന്ദ്രമാണ്. So he cannot move further anymore because dacoits are waiting there. അപ്പൊ കുതിരയെ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് വഴിയമ്പലക്കാരനോട് പോയി ചോദിച്ചു, എനിക്കൊരു റൂം വേണമെന്ന് പറഞ്ഞു. He tied the horse one side and he told the innkeeper, can I get one room? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം, ആ റൂം എല്ലാം ഓക്കുപൈ ആയി എന്ന് പറഞ്ഞു. So he said, tonight everything very busy, all rooms are occupied. ഒരു മുറി പോലും തരാനില്ല. I'm sorry, I don't have any room to give you. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുറി കിട്ടാനില്ലെങ്കിൽ ഇനി എന്താ ചെയ്യാനാ, വഴിയമ്പലത്തിന്റെ ആ വരാന്തയിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. So he thought that okay, if no place to sleep, I will just sleep in the veranda here. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഇവിടെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് May ചോദിച്ചു. I sleep outside in the veranda? അദ്ദേഹം പറഞ്ഞു, അകത്ത് കിടക്കുന്ന പലരെയും രാവിലെ കാണുന്നില്ല, പിന്നെ പുറത്ത് കിടക്കുന്നതിന്റെ കാര്യം വല്ലതും പറയാം. I see that many people who are sleeping inside, we don't find them in the morning. I don't know what will happen to you if you sleep outside. അദ്ദേഹം പറഞ്ഞു, ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. You just agree to this, permit me. അപ്പൊ അവര് സമ്മതിച്ചു. He just permitted. കുതിരയെ ഒരു ഭാഗത്ത് കെട്ടി അതിന് തീറ്റ കൊടുത്തിട്ട് പുള്ളി ഇങ്ങനെ സ്വന്തം വരാന്തരുടെ ഒരു സൈഡിൽ ഇങ്ങനെ വന്ന് ഇരിക്കുക ആദ്യം. He tied the horse one side, he fed the horse, then he came to the veranda and he sat there. പൈസലോ നല്ല ക്ഷീണമുണ്ട്, കൈ കാശുമുണ്ട്. He is very tired and he has got money also with him. അപ്പം ക്ഷീണം ഉറങ്ങണമെന്നുമുണ്ട്, കാശ് ഉറങ്ങാതിരിക്കാനുമുള്ള വകുപ്പുണ്ട്. So he's so tired, he wants to sleep, but because of the money, he doesn't want to sleep. ഈ കാശ് കൂടിയാൽ പിന്നെ ഉറക്കം കുറവാണ്. So if you have more money, you have less sleep. നമ്മളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന അധികം കാശില്ലാത്തതുകൊണ്ട്. The reason why we are asleep well is because you don't have enough money. അപ്പം പുള്ളി കുറേ സമയം ഇങ്ങനെ ഉണർന്നിരിക്കാനായിട്ടിടയായി. Then he was awake for a very long time. അപ്പം ശരീരം ക്ഷീണമായപ്പോൾ പുള്ളി വിചാരിച്ചു, എന്തായാലും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു. So then when he was so tired, he thought, let me pray and then sleep. അപ്പം ഒരു വേദഭാഗം എടുത്തപ്പോൾ 121 സങ്കീർത്തനമായി. Now when he took the Bible, he got Psalm 121. അപ്പം അതിനകത്തൊരു വാക്യമുണ്ട്, ഇസ്രായേലിന്റെ പരിപാലകൻ. There is a verse there that the keeper of Israel neither slumbers മയങ്ങുന്നുമില്ല, neither sleep nor slumber. അപ്പം ഇത് വായിച്ചിട്ട് പുള്ളി വായിച്ചു, എന്തായാലും രണ്ടുപേരും കൂടെ ഉറക്കളഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നുമില്ല,
So when he read that, he thought that, okay, both of us being awake, no point. Anyway, the keeper of Israel will not sleep. പിന്നെ രണ്ടുപേരും കൂടെ എഴുന്നേറ്റിരുന്നിട്ട് വലിയ കാര്യമില്ല. No point both of us being awake here. അപ്പൊ ഈ പണക്കിഴി എടുത്ത് തലേണയായി വെച്ച് പുള്ളി ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി. So he took the money and kept it as a pillow and he slept off. അർദ്ധരാത്രി സമയത്ത് രണ്ട് കൊമ്പം മീശക്കാര് നല്ല കൂർത്തുമൂർത്ത കത്തിയുമായിട്ട് വഴിയമ്പലത്തിലേക്ക് വരിക. So midnight, the two of those bearded dacoits, they had a sharp sword and they were coming to the inn. അതാണ്ട് പതിവില്ലാതൊരു മനുഷ്യൻ ഈ വരാന്തയിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു. See, unusual. One guy is leaping in the veranda and he's sleeping and snoring and sleeping. കള്ളന്മാർക്ക് ഒരു പുതിയ അനുഭവം. It was a new experience for the dacoits. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ? Could people be like this? അവര് പതുക്കെ വന്ന് നോക്കിയപ്പോൾ പണക്കിഴിയല്ല തല വെച്ചിരിക്കുന്നേ. So they saw that he had kept his pillow. His pillow is money. ഈ പണക്കിഴിയിലോട്ട് തൊടുകയും ഒരു സപ്ലൈ അവിടെ ഉണ്ടായി. Then when he പവർ വ്യാപരിച്ചു. when they touched that money bag, suddenly there was a power that moved. തൊടുക അദ്ദേഹം അങ്ങ് തെറിച്ചു പോയി. And suddenly when he touched that money bag, the guy was thrown out. അടുത്ത പുള്ളിയും തൊട്ടപ്പോൾ അതുപോലെ സംഭവിച്ചു. Then the other guy touched, he was also thrown away like a shock. ഇവന്മാര് കൂടി തീരുമാനിച്ചു നമുക്ക് ഇവനെ കൊല്ലുകയും വേണ്ട, ഇവന്റെ കാശും വേണ്ട, നമുക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, പണക്കിഴിയെ തൊടുമ്പോൾ ഒരു പവർ വ്യാപരിക്കുന്നതിന്റെ സ്വിച്ച് എവിടാന്നറിയാം. So we don't want to kill him, we don't want his money, we just want to know where is the switch from where he gets the power. അപ്പം ഇവരെ ഈ മനുഷ്യനെ പതുക്കെ തട്ടി ഉണർത്തി. So they gently woke him up. തട്ടി ഉണർത്തിട്ട് പറഞ്ഞാടാ പേടിക്കണ്ട, നിന്നെ കൊല്ലത്തുമില്ല, Don't കാശ് worry, എനിക്ക് വേണ്ട, we don't want your money, we are not going to kill you. ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ We മതി. just want to know one thing. പണക്കിഴിയെ തൊടുമ്പോൾ ഒരു പവർ വ്യാപരിക്കുന്നത് അതിന്റെ സ്വിച്ച് എവിടാണ്. When we touched your money bag, there was a power that was working, experienced there. Where is the switch for it? ഇദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. And he understood that. കഴിഞ്ഞ രാത്രി കിടന്നപ്പം പ്രാർത്ഥിച്ചപ്പം അദ്ദേഹം ദൈവത്തോട് പറഞ്ഞതാ. He realized that when he prayed last night, he had told the Lord, കർത്താവേ എനിക്കുള്ളതിനും സുരക്ഷിതത്വം തരണം. Lord, grant me protection for me and what I have. ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച ദൈവമക്കളോട് പരിശുദ്ധാത്മാ ദൂത് പറയും. Oh, to the people of God who's received grace, the Holy Spirit is giving you this word. ഈ പട്ടണത്തിൽ നിനക്കും നിന്റെ തലമുറയ്ക്കും സഭയ്ക്കും ദൈവം ഒരു സുരക്ഷിതത്വം തന്നിട്ടുണ്ട്. God has given you a protection for you and your children and your church in this city. എത്ര പ്രാവശ്യം വാഹനത്തെ ഇടിച്ചു മറിക്കാൻ പിശാച് പദ്ധതിയിട്ടു. So many times the devil schemed to put your vehicle into an accident. കണ്ണിന് കൊള്ളേണ്ട പുരികത്ത് കൊണ്ട് മാറിയതുപോലെ Just you, by a whisker you are saved. നിന്നെ തച്ചുടച്ച് കളയാൻ ശത്രു പദ്ധതിയിട്ട The മണ്ഡലങ്ങൾ devil tried many a times to break you down. ഇന്ന് രാത്രിയിൽ ഏതോ ഒരു പവർ നിന്റെ മേൽ വ്യാപരിച്ചതാണ്. Because there was a power that worked on you. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ സ്തുതിച്ച് ആരാധിച്ചോണം. Oh, God's people who have received the grace of God, you must worship the Lord. ദൈവമക്കൾ അറിയാത്തൊരു പ്രൊട്ടക്ഷൻ ദൈവമക്കളുടെ മേൽ ഇന്ന് രാത്രിയിൽ അവനൊരു കവറിങ് പോലെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. Oh, God has put a protection upon you without your knowledge. ആ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? Let us clap hands and praise the Lord. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. Jesus, 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 Jesus. യാക്കോബ് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ He was sleeping ഒരു ദർശനം കാണുക. and he saw a vision. ആ ദർശനം നമുക്കിടെ മനസ്സിൽ വന്നോ? Can we get that vision into our mind? What is that vision? സ്വർഗ്ഗത്തോളം എത്തുന്ന ഒരു There was a ladder that reached all the way up to the heavens. അവിടെ ദൈവത്തിന്റെ ദൂതന്മാര് കയറുകയും There the angels were ascending and descending. സാധാരണ ഒരു ഗോപിണി വെച്ചാൽ ദൂതൻ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരേണ്ടി. Usually if there is a ladder, the angel will come down from heaven. പക്ഷേ യാക്കോബ് ഇവിടെ എന്താ കാണുന്നത്? But here Jacob see ദൂതന്മാരെ കയറുകയും the angel was climbing up as well as climbing down, ഇറങ്ങുകയും ചെയ്യാം. ascending and descending. അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. There is a message there. യാക്കോബ് വിചാരിച്ചത് ഈ പോരാട്ടത്തിൽ ഈ മരുഭൂയാത്രയിൽ താൻ ഒറ്റയ്ക്കാണെന്ന്. So Jacob thought that in this battle, in this wilderness, he is all alone.
40 മൈലുകൾ താൻ യാത്ര ചെയ്തു വരിക. He has already walked 40 miles. ഈ യാത്രയിൽ താൻ ഏകനാണെന്ന്. He thought that he is alone in this journey. പക്ഷേ ദർശനത്തിൽ കൂടെ ദൈവാത്മാവ് ഒരു വെളിപ്പാട് കൈമാറുക. But through the vision, the Holy Spirit granted him a revelation. യാക്കോബേ നീ ഒറ്റയ്ക്കല്ല. Oh, Jacob, you're not alone. യാക്കോബേ നീ ഒറ്റയ്ക്കല്ല. Oh, Jacob, you're not alone. നീ അപ്പന്റെ വീട് വിട്ട സമയം മുതൽ When the time you left your father's house, നീ സ്വർഗീയ അപ്പച്ചന്റെ ഉള്ളം കയ്യിലാ. oh, you are in the hand of your heavenly Father. ഇന്ന് രാത്രിയിൽ ഏകരായി വിശ്വാസത്തിൽ വന്ന ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ Oh, dear people of God, if you have come alone from your families into this faith, പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. in the Holy Spirit, I want to give you this word. വലിയ പള്ളി അതിന്റെ സംവിധാനം വിട്ട് ഏകരായിട്ട് ഇറങ്ങി തിരിച്ച ദൈവവൈതലേ, You might have left a big church, you might have left all the facilities there, and you come alone. നിങ്ങൾ ഏകരാണെന്ന് ഇന്ന് രാത്രി ചിന്തിക്കണ്ട. Don't think that you're alone. നിനക്ക് ചുറ്റും ഒരു ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. Around you there is a divine protection. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം Oh, പറയാം. those who believe, you praise the Lord. നീ സ്വർഗ്ഗത്തിലെ ദൂതന്മാരുടെ വലയത്തിനകത്ത് You are under the covering of the heavenly വിശ്വസിക്കുന്ന angels. ദൈവമക്കൾ സ്തുതിച്ച് ആരാധിക്കണം. ഒരു നല്ല പാട്ടുണ്ട്, എനിക്ക് അങ്ങോട്ട് പാടി പിടിപ്പിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. I don't know whether I can sing this song, but this is a beautiful song. നിങ്ങളോട് ചേർന്ന് പാടണം. You all sing together. റെഡിയാണോ? Ready? അനാഥനല്ല ഞാൻ, ആശരണനല്ല ഞാൻ, പരദേശിയ തന്തി താൻ വാഴുകയാ ആകുലമില്ല, ചേർന്ന് പാട്. ഭാവിയല്ല പ്രൈസ് ലോർഡ്. Hallelujah. സ്തോത്രം ചെയ്താട്ട്. Praise the Lord. നല്ലൊരു പാട്ടാണ് നമ്മൾ പാടിയത്. It's a beautiful song. നിങ്ങളെ അനാഥരല്ലെന്ന്, You are not an orphan. നമുക്കൊരു ഉടമസ്ഥനുണ്ടെന്ന്. We have a master. ആമേൻ. Amen. ദൈവത്തിന്റെ ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുക. Angels were ascending and descending. അപ്പൊ അവിടെ ഒരു ആലോചന ഞാൻ പറയാം. I want to give you a counsel there. ചില ദൂതന്മാർ ഈ ഗോവേണി വഴി മുകളിലോട്ട് പോകുമ്പോൾ, While some angels were going up in this ladder, അടുത്ത ചില ദൂതന്മാർ ആ ഗോവേണി വഴി താഴോട്ട് ഇറങ്ങി some were coming down. എന്താ ഇതിനകത്തിലെ മെസ്സേജ്? What is the message there? ഈ ഉപവാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ ഇവിടെ വന്നിരുന്ന സമയം മുതൽ The second night from the time we had arrived here, ചില കണ്ണുകൾ ഇവിടെ നനഞ്ഞു. oh, some eyes were in tears. അടുത്തിരുന്ന ആൾ അറിഞ്ഞില്ല നിങ്ങളുടെ ഹൃദയ നൊമ്പരം ദൈവസന്നിധിയിൽ പകർന്നത്. The next person did not know the pain that you poured in God's presence. കണ്ണുനീര് ചാലിച്ച പ്രാർത്ഥന വിഷയമുണ്ടല്ലോ, Oh, for what you have shed tears. അടുത്തിരുന്ന ആൾ കേട്ടില്ലെങ്കിലും Even though your neighbor did not hear, സ്വർഗം അത് കേട്ടു. oh, heaven has heard it. ദൂതന്മാരാ കണ്ണുനീര് അതുരുത്തിക്കകത്ത് പകർന്ന് The angels have received the tears into their bottle. ആ ഗോവേണി വഴി മുകളിലോട്ട് ചവിട്ടി കയറുമ്പോൾ, They have climbed up on that ladder to the heavens. ആ ഗോവേണിയുടെ അങ്ങേ തലക്കിലൂടെ ഒരു ദൂതൻ ഇതാ ഇറങ്ങി വരികയാ. From that other end there is another angel coming down. അത് ചില മറുപടികളുമായിട്ടാണ് He മടങ്ങി is വരുന്നത്. coming with certain answers. രാത്രിയുടെ ചില യാമങ്ങളില്, Even in the depth of night, ഒറ്റപ്പെട്ട ചില മണ്ഡലങ്ങളില്, even when we are all alone. പൊട്ടിക്കരഞ്ഞ ചിലർ ഇതിനകത്തുണ്ട്. Oh, there are some people who have എന്റെ cried, വിഷയത്തിന് പരിഹാരമില്ലയോ will കർത്താവേ? there be no solution for my എന്റെ problem? വിഷയത്തിന് ഒരു അവസാനമില്ലയോ Will there കർത്താവേ? be no end to my problem? നെടുവീർപ്പിട്ട് കരഞ്ഞ ദൈവമൈതലേ, You have broken down and prayed. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് But പറയുക, tonight the Holy Spirit ആ says, വിഷയത്തിന് മറുപടിയുമായിട്ട് there is an angel with an answer. ദൈവത്തിന്റെ ദൂതനെ Angel ഇറങ്ങി is coming വരികയാ. down. Hallelujah. Hallelujah. Rubababa rekadula baga shabdala bara tula bara. Ribada gaba rekabaga shabdala bari kabad. Hallelujah. Oh rabaga rabale kabadura kabaga shabdala bari kabad. Jesus, 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 Jesus. Jesus, Jesus, Jesus.
Victory, victory, victory. Oh, hallelujah. Amen. കണ്ണുനീരിന്റെ ടേസ്റ്റ് എന്താണ്? What is the taste of the Sweet. tears? Is it sweet or salty? അത് രുചിച്ചിട്ടുള്ളവർ മാത്രം ഒന്ന് കൈ. Only those who have tasted that may raise your hand. കണ്ണുനീരിന്റെ ടേസ്റ്റ് രുചിച്ചിട്ടുള്ളവർ. Have you tasted the taste of tears? കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു, 1% ഇനത്തിൽ വെള്ളമുള്ളൂ, 99% ഫീലിംഗ്. It's only 1% that is water, 99% is a feeling. പലതിങ്ങനെ വായിച്ചു വിടുന്നത് അതെന്നെ സ്ട്രൈക്ക് ചെയ്തു. That struck me really. ഇപ്പോഴൊന്നും കരയാൻ പറ്റത്തില്ല. Every time you don't cry. ഇപ്പോഴൊന്നും കരയാൻ പറ്റുന്നു. You don't cry every time. പക്ഷെ കരയാൻ പരിശുദ്ധാത്മ ടെൻഡൻസി വരുമ്പോൾ മാറിയിരുന്ന കരഞ്ഞോണം. When the Holy Spirit prompts you to cry, you sit ഭയങ്കര apart and വിടുതലാണ് cry. നടക്കുന്നത്. There will be a great deliverance. ഒരു രാജാവിന്റെ ഉറക്കം കെടുത്തുന്നത് കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥനയ്ക്കാണ്. Oh, it was a prayer in tears that disturbed the sleep of a king. ഇന്ന് രാത്രിയിൽ കണ്ണുനീരിന്റെ ടേസ്റ്റ് അറിയാവുന്ന ചിലരൊക്കെ ഉണ്ട് ഇതിനകത്ത്. There are people who know the taste of the tears ആ tonight. വിടുതൽ അനുഭവിച്ച ദൈവമക്കള് നല്ലൊരു ശതമാനം ഇവിടെ. A good number of you have experienced it. കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, കുഞ്ഞുങ്ങളെ, കണ്ണുനീരിന്റെ ടേസ്റ്റ്, അതിന്റെ വിടുതൽ ഭയങ്കരമാ കേട്ടോ. Oh dear children, the deliverance of the tears is a great deliverance. വിഷയം വരുമ്പോൾ അപ്പായേക്കാൾ, അമ്മയേക്കാൾ, സഹോദരങ്ങളെക്കാൾ, മറ്റ് എല്ലാവരെക്കാൾ കർത്താവിനോട് നീ ചേർന്നിരുന്ന് അല്പസമയം ഒന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിയോ, നിന്റെ വിടുതൽ നിന്റെ കൈത്തുമ്പിൽ തന്നെയുണ്ട്. When you have a concern more than your father or mother or your brothers, you come, you cling on to your Lord, and when you pray, your answer is there in your fingertips. ഓ, കണ്ണുനീരിന്റെ വില അറിഞ്ഞ ദൈവമക്കൾ ചേർന്ന് സ്തോത്രം പറയണം. Oh, those who know the value of the tears, you need to get ഇന്ന് together രാത്രി and praise the കണ്ണുനീരിന്റെ Lord. ആ വിടുതൽ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. Tonight there is a deliverance here. എവിടേക്കോ ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. There is a deliverance here. ഏതോ കോംപ്ലിക്കേറ്റഡ് വിഷയത്തിൽ ദൈവശക്തി ഇറങ്ങിയ Very complex issues, the power of God is moving over it. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ In വ്യാപരിക്കട്ടെ. the name of Jesus, there is a deliverance here. Udabaga shamdarabari kasika tulamani kasharagatulasya. Rikamana turakashagatura kamanikatura. Ribarabadula kabaga shamdarabari kasirikandola bariganagasya. Hallelujah. Shikaragas. ഇങ്ങനെ സമയമുള്ള മീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. If we have a long time, we can continue to meditate like that. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകണ്ടേ? After a while, you guys have to go. നാളെ ജോലിയുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. How many of you have to go for work tomorrow? 1-2 പേരേ ഉള്ളൂ. അപ്പം ഇരിക്കാൻ നല്ല പരിവാന്ന് തോന്നുന്നു. Hallelujah. Only 1 or 2 have work. പ്രൈസിലെ ഒത്തിരി ദീർഘിപ്പിക്കത്തില്ല, വേഗത്തിൽ നിർത്താം. I'm going to close soon. എന്നാലെങ്കിലും ഒരു സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. Amen. അപ്പോൾ ഈ യാക്കോബും സ്വർഗം തമ്മിൽ എത്ര അകലം മാത്രമേ ഉള്ളൂ? How much distance was there between heaven and Jacob? Only one ladder. Only one ladder. ശമൂവേൽ ഭാഷ, ഒരു ലാഡറിന് എത്ര പടികളുണ്ട്? How many steps is there for one ladder? പറ, നിങ്ങളും പറ. ഒരു ലാഡറിന് എത്ര പടി? How many steps have you seen for the biggest ladder that you have seen? അല്ല, എന്നാലും ഒരു ലാഡറിന്റെ ഒരു An average. 20. ഓക്കെ, ആൻറ്റി പറഞ്ഞ ശരിയാ. ഈ ഹൈറ്റ് അനുസരിച്ചാണ്, വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഇതിന്റെ പടി. According to the seriousness of the issue, the steps are there. അപ്പോൾ 20 പടി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് സാമാന്യമായ നല്ലൊരു ലാഡറാണ്. Maybe 20 steps means a normal ladder. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇത്രയേ ഉള്ളൂ സ്വർഗത്തിന്റെ അകലം? Is that all heaven is far from us? എന്നാ പിന്നെ എളുപ്പമാണല്ലോ, 21 പടിയുള്ള ലാഡർ മേടിച്ച് ആടിക്കറിയാൻ പോലും. It's so easy, right? We can buy a 21 ladder, 21 step ladder, and we can climb into heavens. എന്താ ഇതിനകത്തിലെ മെസ്സേജ്? What is the message there? യാക്കോബിന്റെ ക്രൈസിസിന്റെ നടുവിൽ ഒരു ഗോപനിയുടെ അകലത്തിൽ സ്വർഗ്ഗം ഇറങ്ങി വന്നു. In the midst of the crisis of Jacob, heaven came down to the level of just a ladder. ദൈവത്തിന്റെ പൈതലേ, നിന്റെ വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് സ്വർഗ്ഗത്തിന്റെ അകലം കുറയുന്നു. According to the seriousness of your matter, the distance of heaven will reduce.
വിഷയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന ഒരു ഏകാഗ്രതയെ നമുക്ക് കാണത്തില്ല. If you don't have any issue, you won't be able to concentrate at all. കാരണം വിഷയമൊന്നും ഇല്ലല്ലോ, പിന്നെന്തോ ഏകാഗ്രത. If you have no problem, then you need not concentrate at all. ചില പറയുന്നത് എന്നോടുള്ള കറക്റ്റ് ദൂതാണല്ലോ. Some people may say it is a right message for me. നമുക്ക് വലിയ ഏകാഗ്രത തോന്നുന്നു. Oh, I was not feeling any concentration ഇടയ്ക്ക് here. പിന്നെ ഒരു ഉദാഹരണമൊക്കെ പറയുന്നോണ്ട് അതിന്റെ പച്ചയിലാ ചെല്ലൊക്കെ ഇരിക്കും. Because some examples are being spoken before that, because of that some people are enjoying here. പക്ഷെ അസ്ഥിക്ക് ചൂട് പിടിച്ച വിഷയമായിട്ട് ഇതിനകത്ത് വന്നാലേ, But if you have come with a heat in your bones, പ്രത്യേകിച്ച് ഉദാഹരണം ഒന്നും പറയണ്ട. you know example need to be given. നീ ഇരിക്കുന്ന സമയം മുതൽ സാന്നിധ്യം അനുഭവിപ്പാൻ From ഇടയാകും. the time you are here, you will experience the presence of God. വിശ്വസിക്കുന്ന ദൈവമക്കൾ Those സ്തോത്രം who പറഞ്ഞു. believe this, let us praise the Lord. ശബാരാധന ഹത്തരമന ഹംദിയാരമ. Hallelujah. ഈ Hallelujah. ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു വെളിപ്പാടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. I'm telling you a revelation about our God. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ പറ്റി എന്താണ് ഒരു വെളിപ്പാട്? What revelation do we have about our God? അബ്രഹാമിനോട് നമുക്കൊന്ന് ചോദിക്കാം. Let us ask Abraham. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. Abraham believed in God. പൂരിപ്പിച്ചാട്ടെ. And it was അബ്രഹാം ദൈവത്തിൽ credited. വിശ്വസിച്ചു. Abraham believed in God and was credited to him as righteousness. ചില പറഞ്ഞില്ല, 5 പ്രാവശ്യം നാളെ എഴുതിക്കൊണ്ട് വന്നു. Oh, those who did not say, please write it an imposition for 5 times. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. Oh, Abraham believed in God and was credited as righteousness for him. അബ്രഹാം ഈ അതിര് കടന്ന് വിശ്വസിച്ച 3 ഭാഗങ്ങൾ ഈ ബൈബിളിലുണ്ട്. There are 3 areas where Abraham he crossed all the limits and believed. പെട്ടെന്ന് പറയാനേ നമ്മുടെ സമയമുള്ളൂ. You have only a few minutes to speak about it. ഒന്ന് വിളിയോടുള്ള ബന്ധത്തിലാണ്. One was about his calling. കണ്ടോ, ഉരിയാടാത്ത ദൈവങ്ങളെ ആരാധിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തേജോമയനായ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു. While he was worshipping dumb gods, glorious God appeared to Abraham. അപ്പോസ്തലപ്രവൃത്തി 7-ന്റെ 2-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ, ചില ദൂത് പറയാം. Acts of Apostles chapter 7 verse 2, let us read. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസോപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം. കണ്ടോ, ആ പദമാണ് ശ്രദ്ധിക്കേണ്ട, തേജോമയനായ ദൈവം. എല്ലാവരും പറഞ്ഞാട്ടെ. Pay attention that God of glory appeared. കണ്ടോ, God of glory, തേജോമയനായ ദൈവം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. Let us say that together, God of glory. വേദപുസ്തകത്തിൽ ഒത്തിരി ഇടത്ത് ഈ ഭാഷാപ്രയോഗം ഇല്ല. There are not many places where this has been used in the Bible. വളരെ ചുരുങ്ങിയ ഇടത്ത് മാത്രമേ God of glory എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. Very few places it is written God of glory. 29-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പെട്ടെന്ന് ഒന്ന് വായിച്ചട്ടെ. 29 Psalms verse 3, read it quickly. 29:3. ദൈവത്തിന്റെ ശബ്ദം വെള്ളത്തിന്റെ മീതെ മുഴങ്ങുന്നു. The voice of God hovers over the waters. കണ്ടോ, മഹത്വത്തിന്റെ ദൈവം, God of glory. The God of full of glory we can see here in verse 3 again. ഇന്നലത്തെ യോഗത്തിലല്ലേ ഞാൻ പറഞ്ഞത്, അവൻ ദൈവത്തിന്റെ സകല സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാണ്. Yesterday's meeting I said the fullness of God's divinity is in Christ Jesus, that is the deity dwells in Christ Jesus. ഇത് പഴയനിയമത്തിൽ ദൈവത്തിന്റെ നിയമപ്പെട്ടകവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം. It was in the context of the Ark of Covenant. ആ പെട്ടകത്തിലാണ് ദൈവത്തിന്റെ സർവസമ്പൂർണയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. So it was in the Ark of the Covenant the fullness of God's deity dwelt in. നിങ്ങൾക്കറിയാമോ, യഹോവ ഇവിടെ പെട്ടകം പണ്ട് ദാഗോന്റെ ക്ഷേത്രത്തിലോട്ടെന്ന് വന്നു. Once the Ark of Covenant came into the temple of Dagon. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളെല്ലാം ഈ ദൂതുകളൊക്കെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി ഓടി വന്നാട്ടെ. All these messages must come inside you. പെട്ടകം ഇവിടെ വന്നു. Where did it go? To the temple of Dagon. എനിക്ക് അവരോട് ഒരു ഭയങ്കര ബഹുമാനമുണ്ട്. I had a lot of respect for them. അവിടെ ദൈവങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് പെട്ടകം കൊണ്ടുപോയി. They took the covenant and kept it in the place where all their gods were sitting. നമ്മുടെയൊക്കെ ചില പെട്ടകം നോക്കാമെങ്കിൽ ദൈവം എന്തെല്ലാം ഉരുപ്പടികൾ അതിനകത്ത് ഇരിക്കുന്നത്. So if we look at our arks, so many things are there inside. ബാങ്കിന്റെ പാസ്ബുക്ക് അതിനകത്ത് വെക്കും. Bank passbook, ക്രെഡിറ്റ് കാർഡ് അതിനകത്ത് വെക്കും. credit cards,
ഇവിടെ റേഷൻ കാർഡ് ഇല്ല, നാട്ടിലാണെങ്കിൽ റേഷൻ കാർഡ് വെക്കും. No ration card here. In India, they keep ration cards. പാലുകാരന്റെ കണക്ക് അതിനകത്തുണ്ട്. So many, all the records that we need to പിന്നെ keep നമുക്ക് safe. ഇവരെയൊന്നും കുറ്റം പറയാനും പറ്റത്തില്ല. അവർക്കൊരു വിശ്വാസമുണ്ട് ഇതിനകത്ത് വെച്ച് ആരും എടുത്തോണ്ട് പോകത്തില്ല. So they believe that if we keep it in this safe box, nobody will take it. Praise the Lord. പക്ഷേ ഇന്ന് Hallelujah. രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഫിലിസ്ത്യൻ പെട്ടകത്തിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ആവും. But tonight, let me tell you that the Philistines, they gave a lot of importance to the Ark of Covenant. അവിടെ ദൈവം ഇരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ കൊണ്ട് In പെട്ടകം the കൊണ്ടുപോയി. very place their God sits, they took that Ark. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോ എന്താ സംഭവിച്ചേ? In the morning നിങ്ങൾ time, പറയാ, what did they see? പറഞ്ഞേ, ദാഗോന്റെ മുമ്പിൽ പെട്ടകത്തിന്റെ മുമ്പിൽ എല്ലാ ദാഗോന്യ ദൈവങ്ങളും വീണ് കിടക്കുക. In front of the ark, all the gods there had fallen down. മഹത്വത്തിന്റെ പെട്ടകം ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ ഇറങ്ങിയാൽ, If the glorious ark comes to your tent, മഹത്വത്തിന്റെ പെട്ടകം ഇന്ന് രാത്രി നിന്റെ വിഷയത്തിൽ ഇറങ്ങിയാൽ, if the ark of glory comes into your issue tonight, പരിശുദ്ധാത്മാവ് ചിലരോട് ദൂതായിട്ടാ the പറയുന്നത്. Holy Spirit speaks to some people. ചില ഇന്ന് രാത്രി മുട്ടുമടക്കാൻ പോകുക. Oh, some things are going to kneel down tonight. ആ ഗ്ലോറി ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങട്ടെ. When that glory descends tonight, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമൈതലേ, Jesus, മഹത്വത്തിന്റെ പെട്ടകം, that glorious ark, the ark of glory. Oh, Shabara, Dulabara, Hatuna, Mana, Udamana, Hamdara, Dhamana, Gadagadana, Vaishabaramdara, Oh, Shabaramda, Ragada, Atula, Rigadala, Vaidava, Rechabaratara, Oh, Rabda, Chadagam, Rudam, Babudam, Barabam, Dalabam, 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 Oh, Hallelujah. കൊമ്പ് കാട്ടി ഇന്നലകളിൽ വെല്ലുവിളിച്ച ചില വിഷയങ്ങൾ, There are certain issues that had raised their horns in the past. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ അടിയറ പറയാൻ പോകുക. Oh, child of God, these issues are going to submit before you. നിനക്കെതിരെ നേർക്കുനേരെ വെല്ലുവിളിച്ച ചില വ്യക്തികളുടെ പിൻപിൽ വ്യാപരിച്ച ശക്തികൾ, Those forces that had worked behind people who had challenged you, ഇന്ന് രാത്രിയിൽ ആ സാന്നിധ്യം ഇറങ്ങുമ്പോൾ when that presence come there, ചിലത് അടിയറ പറഞ്ഞുകൊണ്ടിരിക്കുക. they are going to be subdued before you. നിന്നെ കരയിപ്പിച്ച ചില വിഷയങ്ങൾ, Those who had put you to tears, നിന്നെ വേദനിപ്പിച്ച ചില വിഷയങ്ങൾ, those who had pained you, നിനക്കെതിരെ വെല്ലുവിളിച്ച ചില വിഷയങ്ങൾ, those that had talked against you, യേശുവിന്റെ നാമത്തിൽ, in the name of Jesus. ഓ Oh, ശദാരബസദാരബദാര, riba raba leka durabagasia. Oh, rabagashamdala barikasia. Eridana barigandala buravasia. Hallelujah. 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 Rabdalaba rabdalaba rikandara balaga shabdara badi kamana siara daraba. Ribaraba labadi kamanaga shadara badi kanaga siara. God of glory, മഹത്വത്തിന്റെ ദൈവം, God of glory. Oh, rabaga shamdara badi kasiara daraba. 24 സങ്കീർത്തനത്തിലോട്ട് പെട്ടെന്ന് വന്നേ, 10ാമത്തെ വാക്യം. Let's read from chapter 24, Psalms verse 10. മഹത്വത്തിന്റെ രാജാവാർ, കണ്ടോ, കിങ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ രാജാവ്, King of glory. Amen. സിയോനിൽ രാജാവുണ്ട്. There is a king in Zion. ആ ചേർന്ന് സ്തോത്രം പറയണം. Says together, സിയോനിൽ praise the Lord. രാജാവുണ്ട്. There is a king in Zion. അവൻ മഹത്വത്തിന്റെ He is രാജാവാണ്. the King of glory. Amen. Amen. Hallelujah. മഹത്വത്തിന്റെ ദൈവം, മഹത്വത്തിന്റെ രാജാവ്, God of glory, King of glory. Amen. Lord of glory. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. 1 Corinthians chapter 2 verse 8. ആ ആ ഓ തേജസ്സിന്റെ കർത്താവ്, the Lord of glory. Lord of glory. പല ഭാഷാ പ്രയോഗങ്ങളുണ്ട്, എല്ലാം നമുക്ക് ഇന്ന് രാത്രി ഇങ്ങനെ തൊടാൻ പറ്റാത്തോണ്ടാ. Hallelujah. Praise the Lord. Amen. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ മഹത്വത്തിന്റെ പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ എല്ലാവരും എന്തോ ചെയ്യുക?
when the ark of glory came to the temple of പെട്ടകത്തിന്റെ Dagon, മുമ്പിൽ വീണ് കിടക്കുക. next day everyone was fallen before the ark. അവർ വിചാരിച്ച കഴിഞ്ഞ രാത്രി ഏതാണ്ട് കാറ്റെങ്ങാണ്ട് അടിച്ച് ആണി ഇളകി എല്ലാം വീണാന്ന് വിചാരിച്ചു. So they thought there was a mighty wind and all the nails are broken and then it is fallen down. അവർക്ക് അറിയത്തില്ലല്ലോ ഇവിടെ വന്ന മഹത്വത്തിന്റെ വെട്ടമാണ്. They did not know that this is the ark of glory. Hallelujah! Hallelujah! മഹത്വത്തിന്റെ വെട്ടമാണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. They didn't know that this is the ark of glory. ആ പാവങ്ങളൊക്കെ ബർണിക്സിൽ പോയി പുതിയ സ്ക്രൂ ഡ്രൈവറും സ്ക്രൂ എല്ലാം മേടിച്ചോണ്ട് വന്ന് ഉറപ്പിക്കും. They brought new screws, they tightened it up. ഇത്രയും പറഞ്ഞിട്ട് പോലും മുഖത്തൊരു പ്രസാദം. Hallelujah. സ്തോത്രം. Amen. പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കിയപ്പം Next day morning when they came again, ഇതിന്റെ തല ഒരു ഭാഗത്ത്, the head was one side, കാലൊരു ഭാഗത്ത്, the leg was another side, ഉടലൊരു ഭാഗത്ത്, the body was another side. ഇന്ന് രാത്രി ഒരു ദൂത് പറയാനായി വരുന്നു. Oh, I'm coming to a message. മഹത്വത്തിന്റെ പെട്ടകത്തോട് കമ്പയർ ചെയ്യാൻ ഉലകത്തിലെ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. There was no one who could be compared with the ark of glory. പണ്ടൊരു മനുഷ്യൻ പറഞ്ഞതാ, ഇതെന്റെ ധനമഹാത്മ്യത്താൽ ഞാൻ പണിത മഗധിയാം ബാബേലാണെന്ന്. There was one man who said, I have made it with my might. This is the glorious Babylon. രണ്ട് കാലേ നിന്ന് അവൻ പറഞ്ഞ നാലാം കാലേ വന്നെന്ന്. He stood on 2 foot and said that he started walking in 4 foot after that. അദ്ദേഹം കാളെ പോലെ ആയെന്നല്ല എന്റെ അർത്ഥം കേട്ടോ. It doesn't mean that he became like a bullock. ഇദ്ദേഹത്തിന് പ്രത്യേക രോഗം ബാധിച്ച ഒരു ഭ്രാന്ത് പോലൊരു രോഗം ബാധിച്ചു. He had a very he became crazy. He had an illness which made him mad. ഇദ്ദേഹത്തിന് അകത്ത് തന്നെ തോന്നുക, ഞാൻ മനുഷ്യനല്ല, ഞാനൊരു കാളയാണ്. In his own mind he started thinking that I'm not a man anymore, I'm a bullock. 7 വർഷം ഈ കാട്ടിൽ പോയി പുല്ല് പറിച്ചു തിന്നു. So he went to the forest and ate the grass of the field for 7 years. മട്ടൻ ബിരിയാണി സുസിയൊക്കെ അടിച്ച് ഇവിടെ കറങ്ങി നടന്നവനായി ഇപ്പം പോയി. The fellow was eating the mutton biryani and the sushi and everything, but now he is now eating grass. അങ്ങനെയല്ലേ സുഷി എന്നല്ലേ പറയുന്നേ? എന്താ പറയുന്ന പറ അല്ലേ? കറങ്ങി അടിച്ച് നടന്നവൻ നാണ്ട് പോയി കാടിവെള്ളം കുടിച്ച് പുല്ലും തിന്നുക. The guy who was roaming around like that, he is now in the forest, he is eating the grass. മഹത്വത്തിന്റെ പെട്ടകത്തോട് കളിക്കുന്ന സൂക്ഷിച്ചേ. You must be careful when you play with the ark of glory. നിങ്ങൾക്കറിയാമോ, പണ്ട് ലൂസിഫർ എന്ന് പറയുന്ന ഒരു ഒരു വലിയ ദൂതനാണ്. There was an archangel named Lucifer. നമുക്ക് അവിടെ തൊടാൻ ഈ പ്രാവശ്യത്തെ യോഗത്തിനൊന്നും ഒരു സാധ്യത കാണുന്നില്ല. We don't have any opportunity to touch those areas. പ്രൈസ് ദി ലോർഡ്. പ്രധാനപ്പെട്ട ദൂതനായിരുന്നു. He was the archangel. ഇവൻ പിശാചായിട്ട് മാറി. And he became the devil. മഹത്വത്തിന്റെ പെട്ടകത്തെ എടുക്കാൻ ആരും ശ്രമിക്കരുത്. No one should try to lift the ark of glory. ആ മഹത്വം കർത്താവിന് കൊടുത്തോണം. Give glory to God. വെളിപ്പാടിൽ യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, While in the Revelation John was watching, സ്വർഗത്തിൽ നിന്ന് സ്തോത്രം 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 താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം. even while he was watching, he saw a book that had 7 seals. ഒരുവൻ വിളിച്ചു ചോദിക്കുകയാണ്, There was someone who declared from heaven, പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായിട്ടാരുള്ളോ? Who is the one worthy to open the book and to break the seals? യോഹന്നാൻ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. When John looked around, he found no ഈ one, പുസ്തകത്തിൽ തന്റെ ഭാവി എഴുതി വച്ചിരിക്കുന്നത്. because the future was written in this book. ദൈവസഭയുടെ ഭാവി ഈ പുസ്തകത്തിൽ എഴുതി The future വച്ചിരിക്കുന്നത്. of the church was written in that book. അയ്യോ, ഈ പുസ്തകം തുറക്കാൻ ആരുമില്ലയോ? Oh, is there no one who can open this book? യോഹന്നാൻ കരയുവാൻ തുടങ്ങി. Oh, John started weeping. സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. Then their voice from heaven യോഹന്നാനെ, came. പുസ്തകം തുറക്കുവാൻ ഒരുവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. Oh, John, there is one who is victorious, who is able to open the book. യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ Even while he was watching, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. oh, a lamb that stood like the slain അവൻ one. സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇവനൊരു കേവല കുഞ്ഞാടല്ല. When he carefully watched, he saw that he was just not a lamb. അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. He was the Lion of Judah. ശത്രു അവൻ ബന്ധിച്ചൊതുക്കിയ ചില വിഷയങ്ങൾ, Oh, there are certain issues which the devil had bound. ചൊല്ലിക്കട്ടിയ ചില വിഷയങ്ങൾ The devil had bound it tight. ഇന്ന് രാത്രിയിലെ ആ സിംഹം, യഹൂദ ഗോത്രത്തിന്റെ സിംഹം tonight, ഇതിനകത്തിറങ്ങി the Lion of Judah. പൊട്ടിക്കുന്ന രാത്രിയാണ്. Tonight, the Lion of Judah is going to break it open. Oh. Hallelujah. Oh, Rabba Deri Kabara Siadra.
King of വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചോ. Revelation chapter 5 verse 12. ആമേൻ. മഹത്വത്തിന് യോഗ്യൻ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. There is only one who is worthy of the glory. അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. He is our Lord alone. അത്ര പേർക്ക് ആ കരമുയർത്തി ദൈവത്തെ How സ്തുതിക്കാം. many of us can raise our hands and praise the Lord? മഹത്വത്തിന് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. Only our Lord is worthy of glory. Amen. Oh, hallelujah. ഈ ദൈവം അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞ ദേശത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം, കാണിപ്പാരിക ദേശത്തേക്ക് ഇറങ്ങാൻ തിരി. It is this God who came to the tent of Abraham and said, you must leave your native place. You must leave your people. You must go to the place which I'm going to show you. എങ്ങോട്ടാ പോണ്ടേ? കാണിപ്പാനിരിക്കുന്ന ദേശം. To where should I go? Go to the place which I will show you. അങ്ങനെ ഒരു ദേശം വല്ലതും ഉണ്ടോ? Is there such a place? ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞാൽ അറിയാം. Brisbane means people know it. അല്ലെങ്കിൽ ഉഗാണ്ട എന്ന് പറഞ്ഞാൽ അറിയാം. Even if you say Uganda, people know that. ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞാൽ അറിയാം. If you say some name of a place, people may know that. ഇവിടെ എന്താ പറഞ്ഞാൽ കാണിപ്പാനിരിക്കുന്ന. But here he says, the place that I will show you. അതേത് ദേശം? കാണിപ്പാനിരിക്കുന്ന ദേശം. Which is that land that can be shown? എൻ്റെ ഒരു ഭാവന ഞാൻ പറയാം. Let me tell my own thoughts, imagination. അബ്രഹാമും സാറായും ഒരു ഭൂപടം ഇവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് കാണും. Somehow Abraham and Sarah got one global map. ഒരാൾ തെക്കുന്ന് വടക്കോട്ട് നോക്കുന്നു, അടുത്ത ആൾ വടക്കുന്ന് തെക്കോട്ട്. One person looked from north to south, other looked from south to north. കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് നോക്കുന്നു, പടിഞ്ഞാറോട്ട് തെക്കോട്ട്. From east to west, west to east. ഏത് സ്ഥലമാ? Which place? അങ്ങനെ കണ്ടൊരു സ്ഥലം. The place where that will be shown. പക്ഷെ അബ്രഹാം ഇറങ്ങി. Abraham just set ഇതാ up. വിശ്വാസത്തിന്റെ പവറാ ഞാൻ പറയുന്നത്. This is the power of faith. എവിടാന്തൊന്നും അറിയത്തില്ല. Don't know where they are going. അവൻ അറിയാം പറഞ്ഞവൻ അവൻ സാധാരണപ്പെട്ടവനല്ല. He knows that the one who called him is not an ordinary fellow. അവനൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ ശക്തനാണ്. If he says something, he is able to do it. നീ അതിന്റെ സോഴ്സസ് നോക്കണ്ട. You don't have to look at the source of it. വരുമാനം നീ നോക്കണ്ട. You don't have to think about what is നീ going to come. ദൈവത്തിന്റെ ശബ്ദത്തിന് നിന്നാ മതി. You just stand for the word of God. ബാക്കി എന്റെ ദൈവം ചെയ്തോളുമെന്ന്. Rest of it the Lord will do ആ it. കരം അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് Clap the hands and praise the Lord. Hallelujah. Yeah. Udabaga shamdale barikasiara dalaba. Riba rabate kamane kashamdala barikasiara dalaba. Rika dalaba barikasara barikashadala dalaba. Hallelujah. Hallelujah. Jesus. Rabda rabaga shandare kana dalaba barikas. Hallelujah. ഞാൻ നിർത്തട്ടെ എന്ന് ചോദിച്ചത് ഇനി അടുത്ത രണ്ട് ഭാഗം തൊട്ടാ ഇപ്പോഴേ എഴുന്നേക്കാൻ പറ്റത്തില്ല. I asked whether may I close. If I touch the other two portions, we can't rise up. അപ്പൊ നാളെ രാവിലെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. Everyone must come with prayer tomorrow. അത് മൊത്തം ദൂത. Tomorrow it will be a long message. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കൾ വരണം. You must come with prayer. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചു. Let's close our eyes. എല്ലാവരും സ്തുതിച്ചു തുടങ്ങി. Let everyone praise the Lord. എന്റെ കർത്താവിനെ പറ്റിയുള്ള ആ ഒരു വെളിപ്പാട് ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ. Let us receive the revelation about our Lord. എന്റെ ദൈവം സിംഹത്തിന്റെ വായ അടയ്ക്കും. He will close the mouth of the lions. അവിടുന്ന് തീയുടെ ബലത്തെ കെടുത്തും പ്രിയപ്പെട്ടവർ. He will quench the power of the fire. എത്ര ശക്തന്മാര് പണിത് ഉയർത്തിയ എരിഹോ ആണെങ്കിലും എന്റെ ദൈവം ഇറങ്ങിയാൽ അത് ഇടിയും. Even if it is a very tall wall of Jericho, when my Lord comes down, it will break down. കാരകവിഞ്ഞൊഴുകുന്ന യോർദാൻ ആണെങ്കിലും, even if it's an overflowing Jordan, കണ്ണെത്താത്ത ദൂരത്തുള്ള ചെങ്കടലാണെങ്കിലും, even if it is the Red Sea that cannot be, the limits cannot be seen, എന്റെ ദൈവം ഇറങ്ങിയാൽ വിടുതൽ നടക്കും. when my Lord comes, there will be a deliverance. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ പറ്റി ഒരു വെളിപ്പാടകത്ത് കയറും. Let us have a revelation about our Lord. ആമേൻ. എന്റെ ദൈവം ലോക്കൽ ദൈവം അല്ലെന്ന്. My God is not a local God. ഈ യൂണിവേഴ്സിനെ നിർമ്മിച്ച ദൈവമാണ്. He is my God. He is my God who created the universe. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇന്ന് രാത്രി. From there, if He speaks one word, ചിലതൊക്കെ സംഭവിക്കാൻ പോകുക. some things are going to happen. വർഷങ്ങളായി ശരീരത്തെ ബന്ധിച്ച രോഗാത്മാവ് Of that യേശുവിന്റെ sickness നാമത്തിൽ that has been വിട്ടുമാറട്ടെ. binding your body for very long, the Holy Spirit is going to break it. Ori kandala barigashap. Hallelujah. Hallelujah.
Hallelujah. ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ വചനത്തോട് പ്രതികരിച്ചാട്ട്. Oh, respond to the word. പ്രതികരിച്ചാട്ട്. പ്രതികരിച്ചാട്ട്. Respond to the word. Respond to the യേശുവിന്റെ word of നാമത്തിൽ God. Respond to the word of God. ശക്തമായ ദൈവ വ്യാപാരം, ദൈവിക വിടുതലിന്റെ വ്യാപാരം ഇന്ന് രാത്രി ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. Lord, യേശുവിന്റെ നാമത്തിൽ. let there be a manifestation of the power of the Holy Spirit on these people. Oh, Rikamanadura Bagasi. അഭിഷേകം പ്രാപിപ്പാനുള്ളവർ വായെ തുറന്ന് ആരാധിച്ചു തുടങ്ങുക. വായെ തുറന്ന്, വായെ തുറന്ന്, വായെ തുറന്ന്. ഇതുവരെയും അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, if there is anyone who have not yet been able to worship in the tongues, രാത്രി ദൈവത്തോടൊന്ന് പറ, കർത്താവേ എന്നെ ഒന്ന് നിറയ്ക്കണേ. oh, can you ask the Lord, Lord, fill me. ഒഴിഞ്ഞ പാത്രമായിട്ടപ്പ ഞാൻ വന്നത്. Lord, I've come as an empty vessel. എന്നെ ഒന്ന് നിറയ്ക്കണമേ. Lord, fill me. രാത്രി ദൈവാത്മാവ് ഇടപെടുന്നത്. Oh, tonight the Holy Spirit is dealing with us. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിൽ പകരത്തില്ല. He will not pour the new wine into the old wineskin. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും. If that happens, then the wineskin will break. ഇത് വഹിക്കാനുള്ള കപ്പാസിറ്റി ഈ തുരുത്തിക്ക് ഇല്ലാത്തതാണ്. This wineskin do not have the capacity to bear it. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ പറ്റത്തുള്ളൂ. Oh, new wine will be only in the new wineskin. ഇന്ന് രാത്രിയിൽ ഒരു പുതിയ തുരുത്തിയായിട്ട് നിൽക്കാൻ എത്ര പേരുണ്ട്? How many of us are willing to come with a new ഈ wineskin? അഭിഷേകം വഹിക്കാൻ ഒരു പുതിയ തുരുത്തി. Oh, to become a new wineskin to bear this anointing. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ചില തുരുത്തികളെ ദൈവത്തിന് വേണം. The Lord wants certain wineskins tonight. പഴകിയ വീഞ്ഞ് പകരാനല്ല, Not to pour the old wine. ഒരു പുതിയ പകർച്ച വെളിപ്പെടുത്താൻ. A new wine need to be poured. ഒരു പുതിയ പകർച്ച ദൈവത്തിന് നിങ്ങളുടെ മേൽ അയക്കണം. A new pouring the Lord want to do on you. ഇന്ന് രാത്രിയിൽ ആത്മമണ്ഡലം തുറക്കപ്പെടാൻ പോകുകയാണ്. Oh, the Holy Spirit is opening the spiritual ഇന്ന് realm. രാത്രി ആവശ്യമുള്ളവർ സ്വത്രം പറഞ്ഞോണം. Oh, those who have a need, you praise the Lord. എനിക്ക് ചില കൃപാവരങ്ങൾ വേണം. I need certain spiritual gifts. സുവിശേഷത്തിന്റെ മർമ്മം ദേശത്ത് വിളിച്ചു പറയുവാൻ എനിക്കൊരു അഭിഷേകം വേണം. The gospel to the world. ചില ആത്മാക്കളെ പിടിച്ചെടുക്കാൻ ഒരു പുതിയ കൃപ എനിക്ക് വേണം. To the kingdom of God. പ്രാപിക്കട്ടെ, 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 പ്രാപിക്കട്ടെ. Breakthrough, Lord, breakthrough. Lord, breakthrough. Hallelujah. Dira bala bashatara da gandura da vaida da la dura ma vaida da la dira ma vaida da hatara da vaida da la dira ma vaida dira ragara dura malka rabana diragal kabaram kabaram dudam pauda rabana dir utkara vaida ragara gadala garam da vausha labara dura malka rabana Raba baba baba bashakara digalkara rakuna malkare ribala da lagadala. Hallelujah. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് ഇടപെട്ടതിനാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് Tonight the Lord സ്തോത്രം spoke to ചെയ്യാം. us, so we praise the Lord. Hallelujah. Hallelujah.
കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറയുവാനിടയായി, ഇന്ന് രാത്രി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന്. The Lord's servant told us that those who never received the anointing so far must continue to pray. കർത്താവിന്റെ ദാസൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ കാണിക്കുക. Even as the Lord's servant spoke this, the Lord showed me a vision. വൈൻ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ഭരണിയിൽ നിന്ന് ഒരു മനുഷ്യൻ അവിടെ നിന്ന് പാത്രങ്ങളിലേക്ക് വൈൻ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നു. Oh, from a vessel there wine was showed. A man was pouring out wine in small vessels. ആത്മശക്തി ആവശ്യമുള്ളവർ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നൽകി തരുമെന്നാണ് ആ വെളിപ്പാടിന്റെ മർമ്മം. This revelation tells us that if you ask for the power of the Spirit, He is going to give it to you. ശക്തി നൽകി തരാൻ കഴിയുന്നവൻ, ബലം നൽകി തരുവാൻ കഴിയുന്നവൻ നമ്മുടെ മധ്യയുണ്ട്. He is able to give you the power and the strength, and He is in our midst. അവൻ ചോദിക്കുന്നവർക്ക് നൽകുന്ന ദൈവമാണ്. He will give to the one who asks for it. അവൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. He will satisfy the desiring souls. ഇന്ന് രാത്രി എത്ര പേർക്ക് ചോദിക്കുവാൻ കഴിയും? How many of us can ask for it? എത്ര പേർക്ക് യാചിക്കുവാൻ How കഴിയും? many of us can plead for it? ഒരുപക്ഷെ ഇന്ന് രാത്രി പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാലും Even if we complete this prayer tonight, conclude. ദൈവം നൽകിയ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. I want to give you a word from the revelation that the Lord gives. ഭവനങ്ങളിൽ പോയി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങുവാൻ. Even while you're back home, the anointing may come upon you. ആത്മശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിന് സമയം ഒരു തടസ്സമല്ല. But time is not an obstruction for the Holy Spirit to work in you. ഏത് സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങുവാനിടയാകും. Any moment the power of the Holy Spirit will manifest upon us. അതുകൊണ്ട് ഇത് രാത്രി പ്രാർത്ഥിക്കണം. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ച് 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 ദൈവസന്നിധിയിൽ അഭിഷേകം ദൈവശക്തി പ്രാപിക്കണം. Hence tonight, as the Lord's servant reminded, pray, 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 receive the anointing. നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് ഈ ലോകത്തെ തരണം ചെയ്യുവാൻ കഴിയുകയില്ല. സാത്താന്റെ ശക്തികളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. With our self strength we cannot oppose the power of the evil one or go through this world on our ദൈവത്തിന്റെ own. വചനം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേ. The word of God says, finally be strong in the word of God and the power of the Lord. എല്ലാ തലകളും അടക്കാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Let every heads bow down.